കരിമേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്ന കണ്ടിട്ടാണ്. അദ്ദേഹം അത് കണ്ടൊരു ഭാവസമാധിയിലേക്ക് പോവായി. നേരെ എൻലൈറ്റുണ്ടായി. ചേട്ടനെ വിളിച്ചോണ്ട്, എടാ ലാലേട്ടൻ നിന്നെപ്പോൾ വിളിക്കൂ കേട്ടോ. അപ്പം നമ്മൾ മലയാളികൾക്ക് അറിയാലോ, മലയാളികൾക്ക് ലാലേട്ടൻ ഒരു വികാരമാണ് അല്ലേ. ഞാനാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാകുമ്പോളെ മോഹൻലാൽ എന്ന് പറഞ്ഞു തുടങ്ങി, മോഹൻലാൽ ആവുന്ന മുമ്പേ ഉള്ള തുടങ്ങിയ ഇഷ്ടമാണ്. അപ്പം ട്രൂ കോളറിൽ മോഹൻലാൽ എന്ന് കാണിക്കുന്നത് എനിക്കെപ്പോഴും ഓർമ്മ. ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തു, കാരണം ലാലേട്ടൻ വിളിക്കുകയല്ലേ. അപ്പം ഞാൻ ശരി ലാലേട്ടാ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹം എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, നമുക്ക് ആകാശത്ത് വെച്ച് കാണാം എന്ന്. അപ്പം വാസ്തവത്തിൽ ഞങ്ങൾ ആകാശത്തിലാണ് ആദ്യമായിട്ട് കണ്ടത്. സിനിമ എന്നുള്ള ബന്ധത്തിലല്ല ഞാൻ പലപ്പോഴും ലാലേട്ടനെ കാണാറുള്ളത്. ഒരു ഉപാസകനായിട്ട്, ഒരു വലിയൊരു മനുഷ്യനായിട്ടാണ് കാണാറുള്ളത്. കാരണം പരിചയപ്പെടേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മനസ്സിൽ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. ഞാൻ പലപ്പോഴും വലിയ ആളുകളെ പരിചയപ്പെടാൻ എനിക്ക് ചിലപ്പോൾ ചെറിയൊരു മടിയാണ്. കാരണം എൻ്റെ മനസ്സിലിപ്പോൾ അവർക്ക് വലിയൊരു സ്ഥാനമുണ്ട്. പരിചയപ്പെട്ട് തന്നെ അത് കുറഞ്ഞു പോവുമോ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു സ്വാർത്ഥമായ ഒരു ദുഃഖം വരും. പക്ഷെ ലാലേട്ടൻ്റെ കാര്യത്തിൽ ഇത് എനിക്ക് തിരിച്ചാണ് സംഭവിച്ചത്. ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും ആ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വലുതായാണ് വരുന്നത്. അതൊരു വലിയ ക്വാളിറ്റിയാണ് മനുഷ്യൻ്റെ. പൊതുവെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആളോടുള്ള താല്പര്യം നമുക്ക് കുറയാണ്, മനുഷ്യ സഹജമായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലാലേട്ടൻ്റെ ഒരു ആത്മീയ സൈഡ് എങ്ങനെയാണ്? നമുക്ക് നടനെന്ന മോഹൻലാലിനെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നതല്ല. അദ്ദേഹം ഒരാളെയും വിധികൽപ്പനകളിലൂടെ സ്വീകരിക്കില്ല. ഇനി അദ്ദേഹത്തോട് മറ്റൊരാളെ കുറിച്ച്, അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ കുറിച്ച് വേറൊരാൾ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹം അത് സ്വീകരിക്കില്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിനെ ഒരാളെ വിലയിരുത്തും. ഈ ലാലേട്ടനെ കാണുമ്പോൾ പ്രത്യേകിച്ച് സിനിമകളിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഒരു വലിയൊരു ഓറ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ഒരു ഓറ. എല്ലാവരും അതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ലാലേട്ടന്റെ ഓറ. അത് ഫീൽ ചെയ്യാറില്ലേ ലാലേട്ടനൊപ്പം യാത്ര ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആര് പറയുമ്പോഴും എല്ലാവരും പറയുന്നതിനെയും ആറ്റിക്കുറുക്കി ഒരു എസൻസ് എടുത്താൽ എല്ലാവർക്കും അവരോട് ലാലേട്ടൻ എത്ര നല്ലതായിരുന്നു എന്നാണ് അവർ പറയുന്നത്, അല്ലേ? അതെന്താ അർത്ഥമാക്കുന്നത്? ഇപ്പം എന്നെ പോലെ ആയിരിക്കില്ല മറ്റൊരാളെ പോലെ ആയിരിക്കില്ല വേറൊരാൾ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത്. അവരിൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുക. അങ്ങനെ പെരുമാറുന്നത് അദ്ദേഹം ഒരു തരത്തിലും വിധികൽപ്പനകളില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിമലീകരണം എന്ന് പറയും, എന്താ പറയുക, ഒരു സെൽഫ് റിന്യൂവൽ. ഓരോ സമയത്ത് ഓരോ ദിവസവും ആത്മാവിനെ മലിനാക്കാതെ നോക്കുക. അത് വലിയൊരു അതാണ് ഏറ്റവും വലിയ പ്രാക്ടീസ്. അത് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ സാധന എന്നാണ് എൻ്റെ വിശ്വാസം. മറക്കാനാവാത്തൊരു അനുഭവം പറയാൻ പറഞ്ഞാൽ ലാലേട്ടനൊപ്പം ഉള്ളത് രാംജി എന്ത് പറയും? മറക്കാനാവാത്ത അനുഭവം, ഇപ്പോൾ ബുദ്ധൻ ആ സാധനയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. ബുദ്ധൻ പിന്നീട് അതിനെ വിലക്കുന്നുണ്ട്. ദീസ് ആർ ഫോൾസ് ഓസ്റ്ററിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ വെറുതെ ഇതിൻ്റെ പിന്നാലെ ഒന്നും പോകണ്ട, നിങ്ങൾ എല്ലാ ശ്രമവും ഉപേക്ഷിക്കാൻ പറയുന്നു. അപ്പം എല്ലാ ശ്രമവും ഉപേക്ഷിക്കാൻ ഒരാൾ കണ്ടുപിടിക്കുന്നത് എല്ലാ ശ്രമങ്ങളിലൂടെയും പോയപ്പോഴാണ്. അപ്പം അതുകൊണ്ട് ബോധിയുടെ ചുവട്ടിലാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത് എന്ന് നമുക്കറിയാം. അതിനുശേഷം ആളുകൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ബോധിയുടെ ചുവട്ടിൽ പോയിരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ബോധോദയം ലഭിച്ചു? ചോദ്യമാണ്. ബുദ്ധന് ശേഷം ബോധിയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് ആർക്കാണ് ബോധോദയം ഉണ്ടായത്? ഇതൊരു വലിയ പ്രസക്തമായ ചോദ്യമല്ലേ. ബോധിയുടെ ചുവട്ടിലാണ് അത് കിട്ടിയതെങ്കിൽ പറയണമെങ്കിൽ. രാമകൃഷ്ണദേവന് ബോധോദയം ഉണ്ടാവുന്നത് അദ്ദേഹം വയലിലൂടെ നടന്നു പോകുമ്പം കരിമേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളുത്ത കൊറ്റികൾ പറന്നു പോകുന്ന കണ്ടിട്ടാണ്. അദ്ദേഹം അത് കണ്ടൊരു ഭാവസമാധിയിലേക്ക് പോവായി. നേരെ എൻലൈറ്റുണ്ടായി. എത്രയോ പേര് ഈ കാഴ്ച കാണുന്നുണ്ട്. നമ്മളൊക്കെ ദൈനംദിനം ജീവിതത്തിൽ കാണുന്ന കാഴ്ചയാണ്. എന്തുകൊണ്ട് നമുക്ക് അത് ഉണ്ടാവുന്നില്ല? ഒരു കുടവുമായിട്ടൊരു സ്ത്രീ നടന്നു പോകുമ്പോൾ ആ കുടം താഴെ വീണ് പൊട്ടുന്ന കണ്ടിട്ടാണ് ഒരാൾക്ക് ബോധോദയം ഉണ്ടായത്. അപ്പം നാളെ മുതൽ ബോധോദയക്കുടം വിൽക്കാൻ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് പൊട്ടിച്ചാൽ ബോധോദയം ഉണ്ടാവുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. ഒരു തൂവൽ വീഴുന്നത് കണ്ടാൽ, ഒരു ഇല കൊഴിയുന്നത് കണ്ടാൽ, ഒരു കൊറ്റി പറക്കുന്നത് കണ്ടാൽ, ബോധിയുടെ ചുവട്ടിലിരുന്നാലൊക്കെ ബോധോദയം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സംഭവിച്ച മൊമെന്റിനെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതിനു മുമ്പ് എത്രയോ സാധനയുടെ വഴിയിലൂടെ അവർ നടന്നിട്ടുണ്ട്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. ആ നടന്നിട്ട് അത് ആ പെർട്ടിക്കുലർ സ്ഥലത്തെത്തുന്ന സമയത്ത് ബോധോദയം സംഭവിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ബോധോദയം ലഭിച്ച ആ മൊമെൻറ്റിനെ എടുത്തിട്ട് അത് ബോധോദയത്തിന് ഉപകാരപ്രദമാവുമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. മറിച്ച്
അയാൾ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ചാൽ ബോധോദയം ലഭിക്കും. അതാണ് ബുദ്ധൻ അദ്ദേഹത്തിന്റെ അഷ്ടാംഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. സാധനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതെ, ബുദ്ധൻ അതിനെ വളരെ കൃത്യമായിട്ട് അതിന്റെ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. 8 ഫോൾഡ് പാത്ത്. 8 ഫോൾഡ് പാത്ത് എന്തിനാണ്? എൻലൈറ്റൻമെന്റിനാണ്. പതഞ്ജലി അഷ്ടാംഗ യോഗം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? സമാധി ലഭിക്കാനാണ്. വേദാന്തം, ഈ ശ്രവണമാനന, നിധിധ്യാസനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ അവബോധം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്ത്രത്തിന്റെ മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രോസസ്സിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലഭിച്ച മൊമെന്റിനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാംജിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യമാണ്. രാംജിയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫീഡുകളിലൂടെ ഞാൻ പോകുമ്പോൾ പ്രൊഫൈൽ പിക്ചർ അടക്കം ലാലേട്ടന്റെ കൂടെയുള്ള ചിത്രങ്ങളാണ്. ലാലേട്ടനും കൂടെയുള്ള ഒരുപാട് യാത്രകളിൽ രാംജീനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ലാലേട്ടനുമായിട്ടുള്ളൊരു കണക്ഷൻ? ലാലേട്ടനായിട്ട് ഒരു 6-7 വർഷം ആയിട്ടുള്ളൊരു പരിചയമാണ്. കൃത്യമായി പറഞ്ഞ ഒടിയൻ ഇറങ്ങുന്ന സമയത്താണ് ബന്ധം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ലാലേട്ടനെ പരിചയമുള്ളതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ട് ഞാൻ വളരെ ആഴത്തിൽ ഉള്ള ബന്ധമുണ്ട്. ഗോപിനാഥൻ നായർ എന്ന് പറയും. അദ്ദേഹം വലിയൊരു ഉപാസകനായിരുന്നു. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് വർഷം ജീവിച്ച ഒരു മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നൊക്കെ നേരിട്ട് അനുഭവമുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. അദ്ദേഹമായിട്ട് എനിക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. ലാലേട്ടനെ പരിചയം ഉണ്ടാവുന്നതിന് മുമ്പ്. ലാലേട്ടനെ പരിചയം ആകസ്മികമായിട്ട് ഒടിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ജയസൂര്യയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ, ലാലേട്ടനൊന്ന് അയച്ചു കൊടുക്കണേ, എൻ്റെ പേരൊന്നും പറയണ്ട, അങ്ങനെ അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ജയേട്ടനത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത സമയത്ത് ലാലേട്ടൻ പറഞ്ഞു, എനിക്ക് ഇത് അയച്ചു തന്ന ആളെന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ജയേട്ടനെ വിളിച്ചു പറഞ്ഞു, എടാ ലാലേട്ടൻ നിന്നെപ്പോൾ വിളിക്കൂ കേട്ടോ. അപ്പം നമ്മൾ മലയാളികൾക്ക് അറിയാലോ, മലയാളികൾക്ക് ലാലേട്ടൻ ഒരു വികാരമാണ് അല്ലേ. ഞാനാണെങ്കിൽ വളരെ ചെറിയ കുട്ടിയാകുമ്പോഴേ മോഹൻലാൽ എന്ന് പറഞ്ഞു തുടങ്ങിയ, മോഹൻലാൽ ആവുന്ന മുമ്പേ ഉള്ള തുടങ്ങിയ ഇഷ്ടമാണ്. അപ്പോൾ ലാലേട്ടൻ എൻ്റെ അപ്പം ട്രൂ കോളറിൽ മോഹൻലാൽ എന്ന് കാണിക്കുന്നുണ്ട്. എനിക്കെപ്പോഴും ഓർമ്മ, ഞാൻ അപ്പം തന്നെ അത് സ്ക്രീൻഷോട്ട് ചെയ്തു. കാരണം ലാലേട്ടൻ വിളിക്കുകയല്ലേ. ആ കോൾ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ അമ്മാവനെ പരിചയമുള്ള കാര്യമൊക്കെ പറഞ്ഞു. ലാലേട്ടൻ അമ്മാവനെ വിളിച്ചു. എന്നിട്ട് എന്നെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ആ പരിചയമുണ്ട്, നീ അവനെ പരിചയമായോ എന്ന് ചോദിച്ചു. അങ്ങനെ ബന്ധം അങ്ങനെ ശക്തിപ്പെട്ടാണ്. ആ സമയത്ത് ഒടിയൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പരിപാടി, ഇന്ന ദിവസം കാശിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനന്ന് എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നോക്കട്ടെ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നോക്കിയപ്പോൾ പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ ശരി ലാട്ടാ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അദ്ദേഹം എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു, നമുക്ക് ആകാശത്ത് വെച്ച് കാണാം എന്ന്. അപ്പം വാസ്തവത്തിൽ ഞങ്ങൾ ആകാശത്തിലാണ് ആദ്യമായിട്ട് കണ്ടത്. ലാലേട്ടൻ്റെ എടുത്ത ടിക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ കാശിക്ക് ഒരുമിച്ച് പോകുമ്പോഴുള്ള ആ ബന്ധം അവിടുന്ന് അങ്ങോട്ട് തീവ്രമായി. അപ്പം എനിക്ക് എപ്പോഴും ആ സിനിമ എന്നുള്ള ബന്ധത്തിലല്ല ഞാൻ പലപ്പോഴും ലാലേട്ടനെ കാണാറുള്ളത്. ഒരു ഉപാസകനായിട്ട്, ഒരു വലിയൊരു മനുഷ്യനായിട്ടാണ് കാണാറുള്ളത്. കാരണം വ്യക്തികളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ സിനിമയുണ്ടല്ലോ, മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അടുത്ത് പരിചയപ്പെടുമ്പോൾ മനസ്സുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകും എന്ന് പറയും. പലപ്പോഴും വലിയ വ്യക്തികളെ നമ്മൾ വലിയ ആഗ്രഹത്തോടു കൂടി പോയി പരിചയപ്പെടും. നമ്മുടെ മനസ്സിൽ ഇഷ്ടമാണ് ആ വ്യക്തിയായിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്തു നിന്നുള്ള പെരുമാറ്റം നേരെ വിപരീതമായിരിക്കും. അപ്പോൾ നമ്മൾ കരുതി, പരിചയപ്പെടേണ്ടായിരുന്നു എന്ന് തോന്നും. മനസ്സിൽ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും വലിയ ആളുകളെ പരിചയപ്പെടാൻ എനിക്ക് ചിലപ്പോൾ ചെറിയൊരു മടിയാണ്. കാരണം എൻ്റെ മനസ്സിലിപ്പോൾ അവർക്ക് വലിയൊരു സ്ഥാനമുണ്ട്, പരിചയപ്പെട്ട് തന്നെ അത് കുറഞ്ഞു പോവുമോ എന്നുള്ള എനിക്ക് എൻ്റെ ഒരു സ്വാർത്ഥമായ ഒരു ദുഃഖം വരും. പക്ഷെ ലാലേട്ടൻ്റെ കാര്യത്തിൽ ഇത് എനിക്ക് തിരിച്ചാണ് സംഭവിച്ചത്. ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും ആ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വലുതായാണ് വരുന്നത്. അതൊരു വലിയ ക്വാളിറ്റിയാണ് മനുഷ്യൻ്റെ. പൊതുവെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആളോടുള്ള താല്പര്യം നമുക്ക് കുറയാണ്, മനുഷ്യ സഹജമായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആണ് ഞങ്ങളെ ഒരു സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ ഒരുപാട് സ്നേഹബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. സുഹൃത്തുക്കൾ ഒരുപാടുള്ള ആളാണ്. സുഹൃത്തുക്കളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. ലാലേട്ടൻ്റെ കുഴപ്പം കൊണ്ട് ഒരു സുഹൃത്തും ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവില്ല. സുഹൃത്തിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ യാത്രകൾ വാസ്തവത്തിൽ സാധാരണ സംഭവിക്കുന്ന പോലെ സംഭവിക്കുന്നതാണ്. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് സംഭവിക്കുന്ന അങ്ങനെയല്ല. എനിക്ക് പോകാൻ താല്പര്യമുള്ള, ലാലേട്ടന് പോകാൻ താല്പര്യമുള്ള ഒരു സ്ഥലം വരുമ്പോൾ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഡിസ്കഷനിൽ പോയാലോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗകര്യം
അങ്ങനെയൊക്കെ ഒത്തുവരുന്ന സമയത്ത് പലപ്പോഴും അത് സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ അങ്ങനെ അതിനു വേണ്ടി ഒരു ശ്രമം എടുത്തിട്ട് ചെയ്യുന്നതല്ല. അത് സംഭവിക്കുമ്പോൾ പിന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെയല്ല. ഞങ്ങൾ കാമാക്കിയെ പോയതായാലും ഈ തിരുവണ്ണാമല പോയതായാലും അല്ലാതെ മൂകാംബിക യാത്ര പോയതായാലും ഒക്കെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ ഒത്തുവരുന്ന സമയത്ത് എന്നാൽ പോവല്ലേ എന്ന് ചോദിച്ച് അങ്ങ് പോകുന്നതാണ്. ഈ ലാലേട്ടൻ്റെ ഒരു ആത്മീയ സൈഡ് എങ്ങനെയാണ്? നമുക്ക് നടനെന്ന മോഹൻലാലിനെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നതല്ല. പക്ഷെ ഈ മൂകാംബിക യാത്രയുടെ ഫോട്ടോസൊക്കെ വന്നപ്പോഴാണ് മോഹൻലാലിൻ്റെ ഒരു ആത്മീയ സൈഡിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കാനും സംസാരിക്കാനും തുടങ്ങിയത്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ തീർച്ചയായും ലാലേട്ടൻ്റെ ഫാൻസിനും വ്യക്തിപരമായി എനിക്കും താല്പര്യമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ആത്മീയമായതെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ അതിനെ മതപരമായിട്ടാണ് കണക്കാക്കുക. ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ആത്മീയമായ ക്വാളിറ്റി അതുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു ആത്മീയവാദിയാണെന്ന് പറയാൻ കാരണം അത് നോൺ ജഡ്ജ്മെൻറ്റാലിറ്റിയാണ്. വിധി കൽപ്പിക്കാതിരിക്കുക, ഒരാളെയും വിധി കൽപ്പിക്കാതിരിക്കുക. അപ്പോൾ ശില്പ എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് ശില്പ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചിട്ട് ശില്പയോട് ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ എത്ര നന്നായി സംസാരിച്ചാലും ശില്പയുടെ ഉള്ളിലുണ്ടാവും ഇയാൾ അത്ര ഓപ്പൺ ആയിട്ടല്ലല്ലോ എന്നോട് സംസാരിക്കുന്നത്, ഇയാൾക്കുള്ളിൽ എന്തൊക്കെയോ ചില നിഗൂഢതകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇയാൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം ലാലേട്ടൻ്റെ അടുത്ത് കാണാൻ സാധിക്കില്ല. അത് പരിചയമുള്ള എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ഒരാളെയും വിധി കൽപ്പനകളിലൂടെ സ്വീകരിക്കില്ല. ഇനി അദ്ദേഹത്തോട് മറ്റൊരാളെക്കുറിച്ച് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെക്കുറിച്ച് വേറൊരാൾ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞാലും അദ്ദേഹം അത് സ്വീകരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിനെ ഒരാളെ വിലയിരുത്തും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണ് എന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം അദ്ദേഹം ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള വിധി കൽപ്പനകൾ ഇല്ലാത്തൊരു മനുഷ്യനാണ്. വിധി കൽപ്പിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വൃക്ഷം പോലെയാണ്. അതിൻ്റെ ചുവട്ടിൽ നമുക്ക് എപ്പോഴും ഒരു മാതൃഛായ, ഒരു അമ്മ മരത്തണൽ പോലെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ആളുടെ അടുത്ത് പോകാൻ നമുക്ക് തോന്നും, സംസാരിക്കാൻ തോന്നും, നമുക്കെല്ലാം പറയാൻ പറ്റും. ഞാൻ ഇന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര ഒരാൾ കേട്ടാൽ അയ്യോ ഇയാളെന്താ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ പറയുക. അങ്ങനെ നമുക്കൊരാളോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളല്ലേ ലോകത്തെ ഏറ്റവും വലിയൊരാൾ. അയാൾ ഒരിക്കലും എന്നെ വിധി കൽപ്പിക്കില്ല. അത് നമ്മൾ മനസാക്ഷിയോടെ അങ്ങനെ തുറന്നു പറയുക. നമുക്ക് നമ്മളെ മാത്രം അറിയുന്ന കുറേ രഹസ്യങ്ങളുണ്ടാവും. അത് നമ്മൾ ആരോട് പറയും? ആരോടും പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാൻ പറ്റാത്തത്? അവർ നമ്മളെ വിധി കൽപ്പിക്കുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ ലാലേട്ടനോട് അത് പറയാൻ പറ്റും. കാരണം പുള്ളി അത് വളരെ ഓപ്പണായിട്ട് കേൾക്കുകയും അതിൽ വിസ്മയിക്കുകയും ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അപ്പോൾ യാത്രകളിലൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അതാണ്. ഒന്നിനെയും ഒരു മുൻധാരണകളിലൂടെ സമീപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് ഇല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ആത്മീയത. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മീയമായ ഗുണം. ഈ ലാലേട്ടനെ കാണുമ്പോൾ ഈ സിനിമകളിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ഒരു വലിയൊരു ഓറ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ലൈക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ഒരു ഓറ. എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ്റെ ഓറ. അത് ഫീൽ ചെയ്യാറില്ലേ ലാലേട്ടനൊപ്പം യാത്ര ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആര് പറയുമ്പോഴും എല്ലാവരും പറയുന്നതിനെയും ആറ്റിക്കുറുക്കി ഒരു എസൻസ് എടുത്താൽ എല്ലാവർക്കും അവരോട് ലാലേട്ടൻ എത്ര നല്ലതായിരുന്നു എന്നാണ് അവർ പറയുന്നത്, അല്ലേ? അതെ. അതെന്താ അർത്ഥമാക്കുന്നത്? ഇപ്പം എന്നെ പോലെ ആയിരിക്കില്ല മറ്റൊരാളെ പോലെ ആയിരിക്കില്ല വേറൊരാൾ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നത്. അവരിൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുക. അങ്ങനെ പെരുമാറുന്നത് അദ്ദേഹം ഒരു തരത്തിലും വിധികൽപ്പനകളില്ലാത്ത ആളായത്. അതാണ് നമുക്ക് സ്നേഹമായിട്ട് അനുഭവപ്പെടുന്നത്. അതാണ് സ്നേഹം. വാസ്തവത്തിൽ അതാണല്ലോ സ്നേഹം. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്? നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും മോശപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പറയാറില്ലേ? നേരെ മറിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ അല്ലെങ്കിൽ നേരെ ഒരു ദിവസം ചോദിക്കുകയാണ്, നീ ഇത്ര മോശപ്പെട്ട ആളാണ് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം ഈശ്വരനുമായിട്ട് ഒരു തല്ലിപ്പിരിയും. പിന്നെ ഈശ്വരൻ വേണ്ട നമുക്ക്. അപ്പം അതുപോലെ അവിടെയാണ് ഒരു സ്നേഹത്തിൻ്റെ ബന്ധം ഇരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതൊക്കെ പറയാനും അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്ന സമയത്ത്, കാണുന്ന സമയത്ത് അതൊരു ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ്. എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിമലീകരണം എന്ന് പറയും. എന്താ പറയുക, ഒരു സെൽഫ് റിന്യൂവൽ. ഓരോ സമയത്ത് ഓരോ ദിവസവും ആത്മാവിനെ മലിനാക്കാതെ നോക്കുക. അത് വലിയൊരു അതാണ് ഏറ്റവും വലിയ പ്രാക്ടീസ്. അത് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സാധന എന്നാണ് എൻ്റെ വിശ്വാസം. മറക്കാനാവാത്തൊരു അനുഭവം പറഞ്ഞാൽ ലാലേട്ടനൊപ്പം ഉള്ളത് രാംജി എന്ത് പറയും? മറക്കാനാവാത്ത അനുഭവം